ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല വെള്ള കളറിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ തയ്യാറാക്കിയാലോ. വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. അധികം ചേരുവകളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇത്. നല്ല ടേസ്റ്റിയുമാണ്. വരും നമുക്കിതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/2 കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 15 എണ്ണത്തോളം കാണും. നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുത്തതാണ് ഇത്. നല്ല മഞ്ഞ കളർ നാരങ്ങ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും അച്ചാറിന് നല്ലത്. അധികം കയ്പ്പുണ്ടാവില്ല. ഇത് രണ്ടും കൂടി മിക്സഡാണ്. പച്ച കളർ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മഞ്ഞ കളർ നാരങ്ങ മാത്രം നോക്കിയെടുക്കുക. ഞാൻ ഈ നാരങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് ഇതിലോട്ട് നല്ല കറക്റ്റ് അളവാണ്, കൂടുതലായി പോകുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ, മിനിമം ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഞാൻ പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുത്താലും മതി. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് ചേർക്കേണ്ടത് ഉണക്കമുളകാണ്. ഞാൻ 2 ഉണക്കമുളക് ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലോട്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലോട്ട് ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് ഒന്ന് നെടുകെ പിളർന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും ചേർക്കാം, അതല്ലെങ്കിൽ ചെറിയ പീസസ് ആയിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടണം. കുറച്ചൊന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഒരു വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഇളക്കിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ ഇനി ചേർക്കേണ്ടത് മുളകാണ്. നമുക്ക് എരിവിന് ആവശ്യമായ മുളക്, പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കാന്താരി മുളകാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഞാനിവിടെ വെള്ള കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ട എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വാടി വരണേ. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച നാരങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. ഇതിൽ ഉപ്പൊക്കെ അടിയിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കും, അതൊക്കെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് തിളച്ച് വരുന്നത് വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലാക്കി ഒരു 4 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ചെറുനാരങ്ങയൊക്കെ വാട്ടിയെടുക്കാതെയാണല്ലോ അച്ചാർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നാരങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാനത് തുറന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് വിനീഗറും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നാരങ്ങ ഓൾറെഡി നല്ല പുളിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് 2 ടീസ്പൂൺ വിനീഗർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് തന്നെ മതിയാവും. ഒരു 3 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കായൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കൊരു ബോട്ടിലാക്കി വെക്കാം. ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ കുറച്ച് കൂടുതലുള്ള മുന്നിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. പക്ഷേ ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും നല്ല കറക്റ്റ് ആയിക്കോളും. ഒരു 4 മുതൽ 5 ദിവസം വരെ കഴിയുമ്പോഴാണ് ഇതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് ബോട്ടിലാക്കിയ ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ചെറുനാരങ്ങയ്ക്കൊക്കെ വില കുറവാണല്ലോ. ഇനി വാങ്ങിക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. താങ്ക്